കണ്ണൂരിൽ CSR ഫണ്ട് തട്ടിപ്പിൽ പോലീസിനെതിരെ പരാതിയുമായി ഉപഭോക്താക്കൾ രംഗത്ത്. പരാതി നൽകിയിട്ടും വളപട്ടണം പോലീസ് കേസെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. സ്റ്റേഷന് മുന്നിൽ പരാതി പ്രവാഹമാണ്. അർജുൻ കല്യാട് വളപട്ടണത്തു നിന്നും. അർജുൻ, എന്താണ് ഈ പരാതികളുടെ സ്വഭാവം? ഇപ്പോൾ എത്ര പരാതികൾ അവിടേക്ക് എത്തിയിരിക്കുന്നു? പോലീസ് ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? സ്മൃതി, വളപട്ടണം പോലീസ് സ്റ്റേഷന് മുന്നിലല്ല, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് പരാതിയുമായി നിരവധി വനിതകൾ ഇവിടത്തേക്ക് എത്തിയത്. അതായത് ഇവരെല്ലാം പറയുന്നത് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി സമീപിച്ചു, പക്ഷേ അവിടെയൊന്നും തന്നെ ഇത്തരമൊരു പരാതി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഇവരെല്ലാം തന്നെ ഉയർത്തുന്നത്. എന്തായാലും കണ്ണൂരിനെ സംബന്ധിച്ച് സിറ്റി പോലീസ് ഡിവിഷനിലും അതുപോലെ തന്നെ റൂറൽ പോലീസ് ഡിവിഷനിലുമായി ഏകദേശം 2,000-ഓളം പേർ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള വനിതകൾ ഇവിടെയുണ്ട്. ഇതിപ്പോൾ എന്താണ് ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇവിടത്തേക്ക് വരാനുള്ള ഒരു പ്രധാന? ഞങ്ങൾ 2 ദിവസം 3 ദിവസമായിട്ട് ശനിയാഴ്ച തിങ്കളാഴ്ച ആയിട്ട് വളവണം പോയി നമുക്കൊരു നീതി ഇതുവരെ ലഭിച്ചില്ല. തിങ്കളാഴ്ച നമ്മൾ 6 ആയപ്പോൾ അവർ പറഞ്ഞു ഒരു 12 ലക്ഷം രൂപയുണ്ട്. അത് ഇപ്പം 12 ലക്ഷം 3,000 വെച്ച് ഒരാൾക്ക് കിട്ടിയതിനെ കൊണ്ട് എന്നാ കാര്യം? ഒരു കാര്യം ഇവർ അതുവഴി അവർ വന്നിട്ട് മൂടിക്കളി വരും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കൊടുത്ത പൈസ ഞങ്ങൾക്ക് കിട്ടണം. നമുക്ക് വണ്ടീൻ്റെ ആവശ്യമില്ല. നമ്മൾ തെറ്റ് ചെയ്തു പോയി, നമ്മൾ വിശ്വസിച്ച് പോയി. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന രൂപത്തിൽ ഇവർ പിന്നെ ഉദ്ഘാടനമൊക്കെ ചെയ്തേ. സുമേഷ് സാർ ഉണ്ടായിരുന്നു MLA. പിന്നെ അതുമല്ല, നമ്മൾ ഈ എഗ്രിമെൻ്റ് അടിക്കുന്ന ഒരു വക്കീൽ മുഖാന്തരം ഞങ്ങൾക്ക് അറിയില്ല. ഈ വക്കീലിനൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലാണ്ടാണ് ഇവർ 500 രൂപ വാങ്ങിയിട്ടാ നമുക്ക് ഇതെല്ലാം അതിൻ്റെ കടലാസുകൾ നമ്മൾ വുമൺ ഓൺ വീലിനെ തന്നിട്ടുണ്ട്. പ്രോമിസറി നോട്ട് നമ്മൾ ഇത് വക്കീൽ മുഖാന്തരം നമ്മൾ 500 രൂപ അവർക്ക് അന്നത്തെ ഒരാളെ ഫീസ് 500 രൂപ കൊടുത്തിട്ട് നമ്മൾ ഇതാക്കിയ. ഇത് ഒന്നും അറിയാതാണോ വക്കീൽ ചെയ്തതെന്ന്? നമുക്കും അറിവില്ല, അവർക്കും അറിവില്ലാണ്ടാണോ ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്നത്? നിങ്ങളെ ഈ പ്രൊമോട്ടർമാർക്ക് അല്ലെങ്കിൽ പ്രൊമോട്ടർമാർ ഉൾപ്പെടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അതെ, പ്രൊമോട്ടർമാർക്ക് എതിരെയാണ് നമ്മൾ ഫസ്റ്റ് ഫയൽ ചെയ്യുന്നത്. ഞങ്ങൾ ഈ 3 ദിവസം കഷ്ടപ്പെട്ട് ഞങ്ങൾ കൊടുത്ത കേസ് എടുക്കാതെ ഇപ്പൊ മോഹൻ സാർ കൊടുത്ത കേസിലാണ് ഇവർ ഇതെടുത്തുന്ന ഇവർക്ക് പ്രൊമോട്ടർ മോഹനൻ പരാതിയാണ് ഇപ്പൊ ഉള്ളതെന്നാ പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഈ വെറുതെയാണ് നമ്മൾ ഈ 4 മാസമായ കൊച്ചിനെയും കൊണ്ടുവരെ അവരന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 5:30 വരെ അവർ ഇരുന്നിട്ടുണ്ട്. 4 മാസമുള്ള കൊച്ചിനെ കൊണ്ട്. അപ്പൊ അവർക്കൊന്നൊരു ഇതില്ലേ? അതെ, ഞാൻ വണ്ടിക്ക് 60,000 രൂപ അടച്ചതാണ്. പ്രൊമോട്ടർമാരോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? അവരിപ്പോഴും പറയണ ഒരു ഉള്ളിപ്പില്ലാതെ അവർ പറയുക അനന്തകൃഷ്ണൻ ഇറങ്ങട്ടെ എന്ത് വിശ്വാസം ഞങ്ങൾ നിൽക്കുന്നത്. അത് നമുക്ക് വിശ്വസിക്കുന്ന രൂപത്തിൽ അവർ അഗ്രിമെന്റ് തരണം. എന്നാൽ അവർ അനന്തകൃഷ്ണൻ ഇറങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് വിശ്വസിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇത് അവർ തരണം, മറുപടി തന്നിരിക്കണം. ഇതുവരെ അത് തന്നില്ല. അയാൾ വായിൽ അപ്പുട്ട പോലെ ഇരിക്കുക. അവരോട് സംസാരിക്കുമ്പോൾ എന്താ അവർ മറുപടി പറയുന്നത്? എന്തായാലും നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ പേടിക്കുകയേ വേണ്ട, നിങ്ങളെ നമ്മൾ പറ്റിക്കൂല. നമ്മൾ 200 രൂപക്ക് ജോലി ചെയ്തിട്ട് അതിന് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാണ്. അത് നമുക്ക് കളയേണ്ട പൈസയല്ല. അത് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ സ്വരൂപിച്ച് വെക്കുന്ന പൈസയാണ്. നമുക്ക് എന്തും കിട്ടണം. നമുക്ക് എന്തായാലും ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടണം. വണ്ടിയൊന്നും വേണ്ട. ഇനി ഒരാളെ കളവിലും ചതിയിലും നമ്മൾ വീഴുകയില്ല. നമ്മൾ അധ്വാനിച്ച് ജീവിക്കും. ഇനി നമ്മളിപ്പോൾ ഇപ്പം ആരുമില്ല, രാഷ്ട്രീയ പ്രവർത്തനമില്ല, ആരുമില്ല. എന്നാൽ നമ്മൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അവരൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഇപ്പം മുങ്ങി. ഇപ്പം സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. പല സ്ത്രീകളും പേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോലുമില്ല. നമ്മൾ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മക്കൾക്കോ വേറെ ബന്ധുക്കൾക്കോ ആർക്കും ഇങ്ങനത്തെ ഗതി വരാൻ പാടില്ല. ഇനി ഒരിക്കലും ഒരാൾക്കും ഇങ്ങനത്തെ ഗതി വരാൻ പാടില്ല. പോലീസ് ഇവിടെ കേസെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? അവർ നമ്മൾ തട്ടിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? അങ്ങനെയാ പറഞ്ഞത്. സ്മൃതി, അതായത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിലാണ് ലാലി വിൻസെൻ്റ് ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെട്ടത്. അത് പക്ഷേ ഒരു കോർഡിനേറ്റർ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ കേസ് എടുത്തിട്ടുള്ളത്. സീഡ് സൊസൈറ്റിയുടെ കോർഡിനേറ്ററായിട്ടുള്ള മോഹനൻ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് തങ്ങളുടെ കൈവശം ഈ കോർഡിനേറ്ററെ വിശ്വസിച്ചാണ് ഈ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് പണമിട്ടത്. അപ്പോൾ സ്വാഭാവികമായും ഈ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പക്ഷേ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ കോർഡിനേറ്റർ കൊടുത്ത പരാതിയിലാണ് കേസെടുത്തത് എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ആവശ്യം. അതുകൊണ്ട് ഈ പറയുന്ന കോർഡിനേറ്റർ ഉൾപ്പെടെ പ്രതി ചേർത്തിക്കൊണ്ട് ഈ പറയുന്ന സ്ത്രീകളായിട്ടുള്ള എല്ലാവരുടെയും പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് പ്രധാനമായി ആവശ്യമായി വരുന്നത്. നമുക്ക് കാണാം, ഇവിടെ ദൃശ്യങ്ങൾ തന്നെ ഒരുപാട് സ്ത്രീകളും അതുപോലെ തന്നെ യുവതികളും ഒക്കെ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ ഒരു പ്രതിനിധികളായിട്ടുള്ള 3 പേർ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയോട്, സിറ്റി പോലീസ് കമ്മീഷണറോട് സംസാരിക്കുന്നതിന് വേണ്ടി അവരുടെ ഓഫീസിലേക്ക് പോയിട്ടുമുണ്ട്. എന്തായാലും വലിയ ഒരു തട്ടിപ്പാണ് നടന്നിട്ടുള്ളതെന്ന കാര്യം വ്യക്തമാണ്. ഇതിപ്പോൾ നിങ്ങൾ കമ്മീഷനെ കാണാൻ വേണ്ടി? അതെ, കമ്മീഷനെ കാണാൻ.
ആ ഉണ്ട്, 4 ആൾക്കാർ കയറിയിട്ടുണ്ട്. അവരോട് സംസാരിച്ചിട്ട് ബാക്കി വിവരം പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വളപട്ടണത്ത് പോയപ്പോൾ അവിടെ പോലീസിന് കേസെടുക്കാനോ അതൊന്നും? പട്ടണത്ത് നമ്മൾ പോയി ആദ്യം ശനിയാഴ്ച ദിവസം പോയി, രാവിലെ നമ്മളവിടെ പോയിട്ട് വാട സന്ധ്യക്ക് 6 മണിക്ക് ശേഷം നമ്മളവിടെ നിന്ന് കീയുന്നത്. അവർ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഈ മോഹനൻ, റീന, രാജാമണി, സക്കീന ഇവരൊക്കെയാണ്. ഈ റീന എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പം നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാർ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പം എന്ന് വെച്ചാൽ ഇവർ വരും എന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെ കേസ് കൊടുത്ത് ഇവർ വരും എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ ഒരുപാട് സമയം കാത്തുനിന്ന് വൈകിട്ടാണ് അവർ എത്തിയത്. അവരെത്തിയിട്ട് നമ്മൾ പറഞ്ഞ ഒരു തീർപ്പാക്കാതെ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോവില്ല. ഒന്നിക്ക് നിങ്ങൾ നമുക്കൊരു തീർപ്പാക്കി തരുക വെച്ചാൽ നിങ്ങളൊരു ബ്ലാങ്ക് ചെക്ക് നമുക്ക് ഇത്ര കാലാവധി തന്നെ, ഒന്നിക്ക് വണ്ടി അതിനുള്ളിൽ പൈസ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ അവർ അതിന് നിൽക്കുന്നില്ല. അവർക്ക് പോലും കോർഡിനേറ്റർമാർ ഇപ്പോഴും ഈ അനന്തകൃഷ്ണനെ ന്യായീകരിക്കുന്നത് നമ്മളോട് വെറുതെ പറയുക. എന്നിട്ട് അവർ അനന്തകൃഷ്ണനെതിരെ കേസ് കൊടുത്തുന്ന ഇപ്പം നമുക്ക് റിട്ടേൺ റിപ്പോർട്ട് നിങ്ങളുടെ പരാതിയിൽ കേസ് എടുക്കുന്നില്ല. വളവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആടുന്ന നമുക്ക് ഒരു നീതി അവർ കേസ് എടുക്കുന്നില്ല. നമ്മൾ 3-4 ദിവസം ഇങ്ങനെ മെനക്കെട്ടിട്ട് ഇങ്ങനെ വരുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ സ്റ്റേഷനിലാണ്. വൈകുന്നേരം 7 മണിക്ക് വീട്ടിലേക്ക് പോകുന്നു. ചെറിയ കുട്ടികളെ എടുത്തിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായത്. പിന്നെ ഇവര് കുറച്ച് സമയം 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇവരെന്തെങ്കിലും തീരുമാനിക്കട്ടെ എന്നാണ് പോലീസുകാരെല്ലാം പറഞ്ഞിട്ടുണ്ടായത്. അവര് ദിവസങ്ങൾ കടന്ന് ശനിയാഴ്ച ഒരിക്കൽ പോയി, ഇപ്പോൾ തിങ്കളാഴ്ച പോയി, ഇപ്പോൾ ബുധനാഴ്ച 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിയിട്ടുണ്ടായത്. ഇപ്പൊ അവര് പറയുന്നത് അവര് വന്നിട്ടില്ല. അല്ല, നമ്മളെ സക്കീന എന്ന് പറഞ്ഞ ഒരു അവരോട് സംസാരിച്ചപ്പോൾ സക്കീന എന്ന് പറയുന്നവര് അന്ന് തിങ്കളാഴ്ച ഫോണേ എടുക്കുന്നില്ല. ഒരിക്കൽ വിളിച്ചപ്പം പറഞ്ഞ് ഞാനിപ്പോൾ വരുന്നുണ്ട്. പിന്നെ അവരെ തൊട്ടടുത്ത വീട്ടിൽ വിളിച്ചപ്പം പറഞ്ഞ് അവർ ബാംഗ്ലൂരിലേക്ക് പോയി, കുട്ടികളെ ഈടാക്കിയിട്ട് പോയിട്ടുള്ളത്. മോഹനേട്ടനോട് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞത്. മോഹനേട്ടൻ വിളിച്ചിന് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അവരൊന്നും പറയുന്നില്ല. അവർ പറയുന്ന അവർ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. ഒരാൾ ഈ സ്ത്രീകൾ തെച്ച് സ്വിച്ച് ഓഫ് ആക്കിയിട്ട്. അപ്പോൾ സെക്കീൻ താനോട് ഇന്നലെ പറഞ്ഞപ്പം പറഞ്ഞ് മോഹനേട്ടൻ വരണ്ടാന്ന് പറഞ്ഞിട്ടാ നമ്മൾ വരാണ്ടുന്നത് എന്നാ പറഞ്ഞിട്ടുള്ളത്. നാട്ടിലില്ല എന്നാ പറയുന്നത്. ഇപ്പം വന്നിട്ടുണ്ട് എന്ന് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ആക്ഷേപങ്ങളാണ് പറയുന്നത്. പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ കോർഡിനേറ്റർമാരെല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അതെല്ലാം ഒളിച്ചു വെച്ചു എന്നുള്ള ആക്ഷേപമാണ്. എന്തായാലും ഇപ്പോൾ ഉടൻ തന്നെ പണം തിരികെ കിട്ടണം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അനന്തകൃഷ്ണൻ പുറത്തിറങ്ങട്ടെ എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് നൽകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അർജുൻ കല്യാടാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.